അങ്ങനെ ഇത്തവണ പള്ളിപ്പെരുന്നാൾ ഇല്ലെങ്കിലും പള്ളിമുറ്റം കണ്ടില്ലെങ്കിൽ എന്തോ ഒരു മനപ്രയാസം. നാട്ടുകാരെ കാണിക്കാനാണ് ഗൈസ്, ഇയാൾ ഇങ്ങനെയൊന്നല്ല. എന്റെ മേത്ത് തൂത്ത തുണിയാണ്. ഒന്ന് പുറം തുടച്ച് തന്നതിന് ഞാനില്ലെങ്കിൽ ഇതൊക്കെ നിനക്ക് ആര് ചെയ്തു തരും എന്ന് പറഞ്ഞ് വീമ്പിളക്കിയ ആളാണ്. പിന്നെ എന്ത് നല്ല കാലം വന്നു കഴിഞ്ഞാലും കാക്കക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഇന്നും പനിയാണ്. അങ്ങനെ ഇന്ന് August 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതോടൊപ്പം തന്നെ തറവാട്ടിൽ ഞങ്ങളുടെ സ്വന്തം പള്ളിയിൽ പള്ളിപ്പെരുന്നാളാണ്. തറവാട്ടിലെത്തിയപ്പോഴത്തേക്ക് സമയം ഏകദേശം ഉച്ചയായതുകൊണ്ട് തന്നെ വൈകിട്ടാകാൻ പള്ളി പോക്കുന്ന എത്തി. ഒരാള് ചെണ്ടയൊക്കെ വാങ്ങി കാര്യമായ കൊട്ടലിലാണ്. ദിസ് ഇസ് മൈ അങ്കിൾ ഫ്രം ചെന്നൈ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മുങ്ങിയാണ്. 10 പൈസ എന്തെങ്കിലും അതെ, ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ പരമാവധി. അങ്ങനെ ചെന്നൈയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആളിതേ പോവാണ്. അങ്ങനെ പനിയായതുകൊണ്ട് ഞാൻ വരാൻ നല്ലോണം ലേറ്റായി. അവരൊക്കെ തലേന്ന് വന്നതുകൊണ്ട് ഇതാ ഇപ്പൊ പോകുന്ന സമയമായി. അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം കിടന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കും വൈകുന്നു. എത്ര പെട്ടെന്ന് സമയം. രണ്ടാള് വീട്ടിലെത്തി, ഞങ്ങൾക്കുള്ള പങ്കൊന്നും കിട്ടി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അപ്പുതേ പള്ളിയിലേക്ക് ഇറങ്ങി. ആ നോട്ടത്തിന്റെ അർത്ഥം നേർച്ചയിടാനുള്ളതൊന്നും കിട്ടിയില്ലെന്നാണ്. പണ്ട് ഞങ്ങൾക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ഈ നേർച്ച പങ്ക് കിട്ടുക എന്നുള്ളത്. അതൊക്കെ ഒരു കാലം. അങ്ങനെ പള്ളിയിലെത്തി. ലാറ്റിൻ കുർബാനയാണ് നടക്കുന്നത്. നേരത്തെ പോയ അപ്പുതേ വടി പോലെ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ പള്ളിമുറ്റം കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരുപാട് പേര് പരിചയമുള്ളവരെ കണ്ടു. അമ്മയൊക്കെ പണ്ട് വള്ളത്തിൽ വന്ന് പെരുന്നാൾ കൂടുന്നതും കച്ചവടം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴി കളിപ്പാട്ടങ്ങളൊക്കെ ശേഖരിക്കലും ഇങ്ങനെ തുടങ്ങി ഒരുപാട് നൊസ്റ്റാൾജിക് കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കേട്ട് നേരെ ബജ്ജി. ഓരോ ടോയ്സിന്റെ കട കാണുമ്പോഴും അച്ചുക്കുട്ടന്റെ വക നെഞ്ചത്തിടിയും നിലവിളിയും വേറെ. ആണ്ടിലൊരിക്കൽ വരുന്ന പള്ളിപ്പെരുന്നാളല്ലേ, എന്നാ പിന്നെ ഒന്ന് നന്നായേക്കാന്ന് കരുതി കൊടുക്ക ഞാനും വാങ്ങിച്ച്. എന്താണാവോ തല്ലിപ്പൊട്ടിക്കണേ. ഇതിനിടക്കും എല്ലായിടത്തും നിന്ന് വർത്താനം പറയുന്നുണ്ട്. കാരണം എല്ലാം നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട് സംസാരിക്കും. പള്ളിപ്പെരുന്നാളിനല്ലേ ഇവരൊക്കെ കാണുള്ളൂ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ആള് കുറവായിരിക്കും എന്നായിരുന്നു എന്റെ ഒരു വീക്ഷണം. പക്ഷെ കുർബാനയ്ക്ക് വന്നിറങ്ങിയ സമയത്ത് ആള് കുറവാണെങ്കിലും ഇരുട്ടും തോറും ആളുകൾ കൂടി കൂടി വരുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമായിരുന്നു. കണ്ട, ഇതിലാണ് എന്റെ മാമോദീസ മുഖ്യം. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഏറ്റവും മേലെ കയറി. ഇപ്പൊ ഇവിടെയാണ് കൊയർ സംഘം പാട്ടൊക്കെ പാടുന്നത്. ഈ ഒരു പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ മിഷണറി സ്ഥാപിച്ച വരാപ്പുഴ അതിരൂപതയിലെ ആദ്യത്തെ പള്ളിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു പള്ളിയുടെ സ്ട്രക്ചറും മണിമാളികയൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ കയറിയതിന്റെ പുറകെ അമ്മയും കയറി. എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത് ഇവിടെ ജനിച്ചു വളർന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ കയറിയതെന്ന്. അതും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കൂടെ പറഞ്ഞു. അങ്ങനെ പള്ളിമുറ്റൊക്കെ ചുറ്റി നടന്ന് ഞങ്ങൾ മാതാവിനോട് പോയി ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ചു നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് പതിയെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് ഒരു അടിപൊളി പെരുന്നാൾ കഴിഞ്ഞു.